കോഴിക്കോട് മുക്കത്തെ പീഡന ശ്രമത്തിൽ പ്രതികളായ ഹോട്ടൽ ഉടമ ദേവദാസനും കൂട്ടാളികൾക്കുമെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി അതിജീവിത. ദേവദാസ് റൂമിലെത്തിയത് മാസ്കും ടാപ്പും കൊണ്ടാണെന്ന് അതിജീവിത വ്യക്തമാക്കി. ശല്യം സഹിക്കവയ്യാതെ ജോലി ഉപേക്ഷിച്ചു പോയപ്പോൾ മകളെ പോലെ എന്ന് പറഞ്ഞാണ് നേരത്തെ ദേവദാസ് തിരിച്ചു വിളിച്ചതെന്നും അതിജീവിത വ്യക്തമാക്കി. ഞാനൊരു 7:30 ആകുമ്പോൾ ജോലി കഴിഞ്ഞ് വന്നതാ. ഫ്രണ്ടിൻ്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്കായിരുന്നില്ല. അത് ഒരു അയൺ റോഡാണ്, തട്ടിയിടേണ്ട ലോക്കാണ്. ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാമെന്നൊക്കെ വിചാരിച്ച് കിടന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിലിരുന്ന് കുറച്ച് നേരം ഗെയിം കളിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂമിൻ്റെ ലോക്ക് ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോൾ ഒരു 3 നിഴൽ ഇങ്ങനെ വരുമായിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 1 മാമ്പറ്റയിലെ താമസ സ്ഥലത്തായിരുന്ന ജീവനക്കാരിയെ സങ്കേതം ഹോട്ടലുടമ ഉപ്പിലിങ്ങൽ ദേവദാസനും കൂട്ടാളികളായ റിയാസ്, സുരേഷ് എന്നിവരും പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ വീടിന്റെ 1-ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് യുവതിക്ക് നട്ടെല്ലിന് പൊട്ടലേറ്റിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു. ഇന്ന് ഡിസ്ചാർജായി കണ്ണൂരിലെ വീട്ടിലേക്ക് മടങ്ങും മുൻപാണ് അതിജീവിത താൻ നേരിട്ട ദുരനുഭവം മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയത്. ദേവദാസ് എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞു. കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അയാളത് കൈ തട്ടിയപ്പോൾ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ കയ്യിൽ വന്നു. ഫേസ് വന്ന ആളെൻ്റെ ഫോണ് പിടിച്ചിട്ടിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. രണ്ട് നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക്. അയാൾ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എൻ്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഒരു വട്ടം അയാൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഞാൻ അനുഭവിക്കുന്ന വേദനയല്ല അയാൾ അറിയണം. സങ്കേതം ഹോട്ടലുടമയായ ദേവദാസിൽ നിന്നും നേരത്തെയും ഉപദ്രവം നേരിടേണ്ടി വന്നതായി യുവതി വ്യക്തമാക്കുന്നുണ്ട്. കേസിൽ മുഖ്യപ്രതിയായ ദേവദാസനെയും കൂട്ടുപ്രതികളായ റിയാസ്, സുരേഷ് എന്നിവരെയും താമരശ്ശേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 3 പ്രതികളും ജയിലിൽ കഴിഞ്ഞു വരികയാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.